വാട്സപ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് കുഞ്ഞിനത് കൃത്രിമമായിട്ടാണ് പാല് കൊടുക്കുന്നതെങ്കിൽ ഞാനും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താ? കൃത്രിമാണോ ഒറിജിനലാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ പാല് കൊടുക്കേണ്ടത്? പഴയ കാലഘട്ടത്തിൽ അമ്മമാർ എങ്ങനെയാണ് കുഞ്ഞിന് പാല് കൊടുത്തിരുന്നത്? തൊട്ട് തലോടി സംസാരിച്ച് അവരുമായി അടുത്ത് ഇടപഴകിയിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്, മക്കളുമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? സോഫയിൽ വന്നിരുന്ന് നമുക്ക് എപ്പോഴാണോ സമാധാനം ഒരു സമയത്ത് വേണേ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവരുമായിട്ടുള്ള ആ ഒരു അകൽച്ച ഈ ഒരു ചെറുപ്പകാലത്തിലെ ഏതിലത്തേക്ക് നമ്മൾക്ക് തൊട്ട് തലോടാനുള്ള മെഷീനായിട്ട് നമ്മൾ ഏതിനുപയോഗിച്ചു? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ ഫസ്റ്റ് കിട്ടേണ്ട സ്പർശനം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് തന്നെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വം. ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്നത് അല്ലേ? കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ കുട്ടികൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ ആ സുരക്ഷിതത്വം നമ്മുടെ വീട്ടിലുണ്ടോ? കാരണം കുട്ടികൾ ചെറിയ പ്രായത്തിൽ ആലോചിച്ചപ്പോൾ ആദ്യത്തെ 3 മാസം വരെയുള്ള കാലഘട്ടത്തിൽ കരയുന്നത്, അവരുടേതായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്, അവർ ഓരോ ഇടപെടലുകൾ നടത്തുന്നത്. പക്ഷെ അവർ പേടിച്ചു കഴിഞ്ഞാൽ കൂട്ടിപ്പിടിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം, ഒരു സുരക്ഷിതത്വ ബോധം ആർക്ക് കിട്ടിയിരിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇടപെടലുകൾ. ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം കുട്ടിയുമായി ലാളനകള്, പെരുമാറ്റങ്ങള്, ശീലങ്ങള് അവരുമായി എന്തൊക്കെ ചേർന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ മീഡിയ കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് പറയാം ഏതൊക്കെ വയസ്സിലാണ് സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അനുവദിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അംഗീകാരം. നേരത്തെ അമ്മമാരാരോ പറഞ്ഞത് അത് അംഗീകാരം കിട്ടണം. സ്കൂളിൽ വന്ന ടീച്ചറോട് ആദ്യം എന്താ പറയാനുള്ളത്? ടീച്ചർ എൻ്റെ മോള് എന്താ പഠിക്കുന്ന കുട്ടിയാ ആണോ? എന്ത് കുട്ടിയാ? എന്ത് കുട്ടിയല്ല ടീച്ചർ ആദ്യം പറയും എന്താ? ആൻസറുള്ള കുട്ടിയാണോ? പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണോ? പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണോ? ഏത് രീതിയിലേക്കാണ് നമ്മുടെ മക്കളെ അംഗീകാരത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്? ആ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനിലെ നിങ്ങളെ വെറുതെ ആലോചിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മമാര് നമ്മളെ കുറിച്ച് പറയാം അവളൊന്നിനും പറ്റില്ല. നമുക്ക് എത്ര വയസ്സായി? 40 വയസ്സായി കഴിഞ്ഞു, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞു. നമ്മൾ എന്താ പറയാ? ഇന്നൊന്നിനും പറ്റില്ല. അപ്പൊ അംഗീകാരം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള കുടുംബാന്തരീക്ഷം. ഓക്കെ, ഇപ്പൊ നമ്മൾ കേട്ടു നോക്കുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും അടി പിടി പ്രശ്നങ്ങൾ. ഇപ്പൊ അടുത്തൊരു മോൻ വന്നിട്ട് പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പേടിയാണ്, അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ, കലാപങ്ങൾ ഇതെന്നെ പേടിപ്പിക്കുന്നു. അപ്പൊ സുരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചുറ്റുപാട്. അമ്മമ്മ, അച്ഛമ്മ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ചേർത്ത് സ്നേഹിച്ച് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് വളരാൻ സാഹചര്യം എടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അപ്പൊ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളൊരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഒരുപാട് സഹായകരമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് എന്താണെന്ന് പറയുന്നത് പാരമ്പര്യം. 2 വീട്ടിൽ 2 ചുറ്റുപാടിൽ 2 സാഹചര്യത്തിൽ വളർന്ന 2 മനുഷ്യര് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ 2 പേരുടെയും പാരമ്പര്യം അതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ മക്കളിലേക്ക് നന്നായിട്ടൊരു സംശയമില്ലല്ലോ. കാരണം പാരമ്പര്യത്തിലെല്ലാം ഉയരം, നിറം, കണ്ണ്, മുടി, ആകൃതി ഇതൊക്കെ കുട്ടിയുടെ പാരമ്പര്യവുമായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇതാണ് കുട്ടിയുടെ അവസ്ഥ, ഇതാണ് കുട്ടിയുടെ ചുറ്റുപാട്. എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കണ്ടു മനസ്സിലാക്കേണ്ട രീതിയെ കുറിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബാന്തരീക്ഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് സാഹചര്യം. ഏത് സാഹചര്യത്തിലാണ് കുട്ടി വളരുന്നത്? ഭയങ്കര പ്രശ്നങ്ങൾ, പിന്നെ അടിപിടി പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കുട്ടിയുടെ മനസ്സിന് പിന്നെ തളർത്തി കളയും, കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി കളയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാവസ്ഥ. ഗർഭാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന കുഞ്ഞിന് ചില
അത് കുറച്ച് റിസ്ക് ആണ് അമ്മമാരെ. കാരണം ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, ഛർദി, ബുദ്ധിമുട്ട്, ശാരീരിക ക്ഷീണം, അപ്പൊ അതിന് കൂടെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പറയാം എന്തിനാ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്വഭാവ പെരുമാറ്റ ശീലങ്ങളിൽ കുട്ടിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടി സ്കൂളിലേക്ക് പോരുമ്പോൾ തന്നെ അവർക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകൾ, ഇതൊക്കെ നമ്മൾ ആര് പറഞ്ഞു കൊടുക്കണം? രക്ഷിതാക്കൾ ഇങ്ങനെ ചേർത്ത് നോക്കി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സ്റ്റേജുകളും, ശൈശവം, ബാല്യം, യൗവനം, കൗമാരം, യൗവനം, വാർദ്ധക്യം, 2 ഭാഗങ്ങൾ നമുക്കിവിടെ എടുക്കാം. ശൈശവത്തിലെയും ബാല്യത്തിലെയും LP സ്കൂളിലെ കുട്ടികളാണല്ലോ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. ആ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ആ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത്. പാരന്റിങ് സ്റ്റൈലിനെ പറയുന്നത് 4 വിധത്തിലാണ്. 4 വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതോറിറ്റേറ്റീവ് പാരന്റിങ് സിസ്റ്റം എന്ന് പറയും. അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആധികാരികമായി മുന്നിലോട് സംസാരിക്കേണ്ടത് പോലെ സംസാരിച്ച് ഇടപെടുന്നത് പോലെ ഇടപഴകിക്കൊണ്ട് പ്രശ്നങ്ങളൊക്കെ കൂടെ നിന്ന് കേൾക്കുന്ന പാരന്റിനെയാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സിസ്റ്റം, ഡെമോക്രാറ്റിക് ജനാധിപത്യ രീതിയിലുള്ള പാരന്റിങ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പാരന്റിങ് സിസ്റ്റം എന്ന് പറയുന്നത്, ആ പാരന്റിങ് സിസ്റ്റത്തിന്റെ പ്രത്യേകത അതോറിറ്റേറിയൻ പാരന്റ് ആണ്. ഞാൻ തന്നെയാണ് ശരി, എന്നോടൊന്നും പറയേണ്ടതില്ല, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു പാരന്റിങ് സ്റ്റൈലും ഉണ്ട്. മൂന്നാമത്തെ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവ് ഉള്ളതാണ്. അതായത് കയറ് ഊരി വിട്ട പോലെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു പാരന്റിങ് സിസ്റ്റം. നാലാമത്തേത് നെഗ്ലക്റ്റഡ് എന്നുള്ളത് അവഗണിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങൾ. ഈ 4 രീതിയിലേക്ക് ഓരോന്നും ഞാൻ ഒരു ഉദാഹരണം മാത്രം എടുത്തിട്ട് ഈ വിഷയം പറയാം. അപ്പൊ ഇവിടെ അതോറിറ്റേറ്റീവ് പാരന്റിങ് സിസ്റ്റത്തിൽ വളരുന്ന കുട്ടി വന്നിട്ട് അച്ഛനമ്മമാരോട് ചോദിക്കാണ്, എനിക്ക് മൊബൈൽ തരുക. അതോറിറ്റേറ്റീവ് പാരന്റിങ് സിസ്റ്റത്തിൽ വളരുന്ന ഒരു കുട്ടിയോട് ഒന്ന് ചോദിക്കാണ്, എനിക്കൊരു മൊബൈൽ തരിക. അപ്പൊ ചോദിക്കാണ്, എന്തിനാ മൊബൈൽ? ഒരു പാട്ട് കേൾക്കാനാണ്, കവിത ചൊല്ലാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ കവിതക്കുള്ള നോക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, എത്ര സമയം വേണം? അരമണിക്കൂർ മതി. ടീച്ചർ ഏതാണ് കവിത എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നുള്ള കവിതയാണ് ONV കുറിപ്പിന്റെ, അതാണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണോ നോക്കുക? അത് മാത്രമേ നോക്കുള്ളൂ. ശരി, കുഞ്ഞിനതിന് അനുവാദം കൊടുക്കും. കുഞ്ഞെന്ത് ചെയ്തു? അത് കണ്ടെത്തി, അത് കേട്ടു.